ഇത്തവണ കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ എംപിയാണ് പ്രിയങ്ക. നിലവിൽ പാർലമെന്റ് അംഗത്വമുള്ള ഗാന്ധി കുടുംബത്തിലെ മൂന്നാമത്തെ വ്യക്തി കൂടിയാണ് അവർ. मैं प्रियंका गांधी वाड्रा जो लोकसभा की सदस्य निर्वाचित हुई हूँ सत्यनिष्ठा से प्रतिज्ञा करती हूँ. ഒരു കാലത്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്തു വയ്ക്കാൻ മടിച്ച പ്രിയങ്ക ഗാന്ധി വയനാടിന്റെ ശബ്ദമാകാൻ പാർലമെന്റിലെത്തുകയാണ്. വയനാടിനുള്ള കേന്ദ്ര സഹായം വൈകുന്നതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ദിനത്തിലാണ് പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ എന്നത് ശ്രദ്ധേയം. സോണിയയ്ക്കും രാഹുലിനും പിന്നാലെ ഗാന്ധി കുടുംബത്തിൽ നിന്ന് പ്രിയങ്ക കൂടി പാർലമെന്റിലെത്തുമ്പോൾ ഭരണപക്ഷ വിരുദ്ധ ശബ്ദങ്ങൾക്ക് ആവേശമേറും എന്നുറപ്പ്. കന്യംഗത്തിലെ മിന്നും വിജയത്തിനു പിന്നാലെ വയനാടിൽ വീടും ഓഫീസും സജ്ജീകരിക്കാനുള്ള ആലോചന തന്നെ പ്രിയങ്കയുടെ നിർണായക ചുവടുവയ്പായി കരുതാം. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച പാർലമെന്റിലേക്ക് പോയാൽ പിന്നെ മണ്ഡലത്തിലേക്ക് വരില്ല എന്ന വിമർശനങ്ങൾക്കുള്ള മറുപടിയായിരുന്നു അത്. സഹോദരന് പിന്നാലെ വയനാടൻ ചുരം കയറി പ്രിയങ്ക എത്തുമ്പോൾ ജനങ്ങളും പ്രതീക്ഷയിലാണ്. മുൻകാലങ്ങളിൽ രാഷ്ട്രീയത്തിൽ ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും വഹിക്കാതെ പ്രിയങ്ക പലപ്പോഴും തെരഞ്ഞെടുപ്പ് വേദികളിലെ പ്രചാരകയായി മാത്രം ഒതുങ്ങി. പ്രിയങ്കയിലെ നേതാവിനെ തിരിച്ചറിഞ്ഞ അണികൾ അവരുടെ സജീവ രാഷ്ട്രീയ പ്രവേശനത്തിനായി ആവശ്യമുന്നയിച്ചു. കോൺഗ്രസ് നേരിട്ട കനത്ത തോൽവികൾക്ക് പിന്നാലെ രാഹുലിനു പകരം പ്രിയങ്ക നയിക്കണം എന്ന മുറവിളിയുമേറി. ഇന്ദിരാഗാന്ധിയുടെ രൂപസാദൃശ്യവും ചടുലതയുമെല്ലാം പ്രിയങ്കയുടെ പിന്തുണയേറ്റി. ഒടുവിൽ തന്റെ 52-ാം വയസ്സിൽ വയനാട്ടിൽ നിന്ന് 4 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തോടെ പാർലമെന്റിന്റെ പടിചോട്ടുമ്പോൾ പ്രിയങ്ക എത്ര കണ്ട് പ്രിയങ്കരിയാകുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ ലോകം. ന്യൂസ് ഡെസ്ക്, അമൃത TV.